വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ ഇരകളായി തീരുന്നവരും നമ്മുടെ ചുറ്റുമുണ്ട്. ഇത് വയനാട് സ്കൂളിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകനാണ് റിജോ പോൾ. ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു വ്യാജ അക്കൗണ്ട് മറ്റാരോ ഉണ്ടാക്കി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു മോശം കമന്റ് ഇട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയായി പോയി അല്ലേ? ഞങ്ങൾ ഇവിടെ രാവിലെ 6:30 മുതൽ വൈകുന്നേരം 9 വരെയാണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് 9 വരെയല്ല, രാത്രി എല്ലാം ഉണ്ട്. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് രാത്രി എല്ലാം ഉണ്ട്. ആ സമയത്ത് ഈ 3 ദിവസമായി ഈ ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് എൻ്റെ പേരും വാട്സപ്പിൽ എൻ്റെ ഫോട്ടോ ഇട്ടുണ്ട്, DP എടുത്ത് ഫോട്ടോ ഇട്ടുണ്ട്. അതേപോലെ എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പറും എടുത്ത് DP എടുത്ത് വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ID ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ആയിക്കൊണ്ടിരിക്കുക. എൻ്റെ പേരിൽ മോശം കമന്റുകൾ ഇട്ടിട്ട് ഇപ്പോൾ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും ഇത് എത്തിയിട്ടുണ്ട്. വളരെ മോശം ഇതാണ്. കാരണം 3 ദിവസമായിട്ട് ഈ ക്യാമ്പിൽ തന്നെയുണ്ട് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾ ഈ ക്യാമ്പിൽ തന്നെ ക്ലബ്ബ് എമ്മിലിയും അതേപോലെ FCM ചേർന്നാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. SA മാർക്കറ്റ് എന്ന സ്ഥാപനമാണ് ഞാൻ നടത്തുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ സജീവമായി നിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു പ്രശ്നം അല്ലേ? അതെ, സജീവമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പ്രവർത്തനം വരുന്നത്. ഇതിപ്പോൾ 3 ദിവസമായി ഈ പരിപാടി തുടങ്ങിയിട്ട് ആരാന്ന് അറിയില്ല. പക്ഷെ ചെയ്യുന്നത് വളരെ മോശമാണ്. ഷെയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഇത് ഷെയർ ചെയ്യാതിരിക്കുക. അതിന്റെ ഇടയിൽ ഫേക്ക് അടിച്ചു കൊടുക്കുക. ഇത് ഫേക്ക് ന്യൂസ് ആണെന്നുള്ളത് ഇപ്പൊ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിരിക്കുന്നതിന്റെ കോപ്പിയാണ്. ഇന്നലെ രാത്രി പോയിട്ട് ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കോപ്പി തന്നിരിക്കുന്നതാണ്, സ്ലിപ്പ് തന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഇങ്ങനെ പ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ട്, മാനസികമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വ്യാജ വാർത്തകളൊക്കെ വരുന്ന സമയത്ത് മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇതിലൊരു യാതൊരുവിധ പങ്കുമില്ല എന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് പറയുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന പലർക്കുമാണ് ഇത്തരത്തിൽ ഈ വ്യാജ അക്കൗണ്ടുകളിലൂടെ പണി കിട്ടുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന് ഇപ്പോൾ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പല ഇടങ്ങളിൽ നിന്ന് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇദ്ദേഹം നമ്മളെ സമീപിച്ചത്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്.